ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു അടിപൊളി സിമ്പിൾ കുനാഫ റെസിപ്പിയാണ് കേട്ടോ. വീട്ടിൽ ഫ്രൈ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, കുനാഫ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് കടയിൽ നിന്ന് വാങ്ങിച്ചാലും ഓരോ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഓരോരോ ടേസ്റ്റ് ആയിരിക്കും, പല രീതിക്കായിരിക്കും പലരും ഉണ്ടാക്കുക. അപ്പോൾ ഞാനിവിടെ യു എന്ന് കഴിച്ച സമയത്ത് എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാം, കുനാഫയ്ക്ക് നമുക്ക് അക്കാവി ചീസ് അങ്ങനെ പറഞ്ഞിട്ടുള്ള പല ടൈപ്പ് ചീസൊക്കെയാണ് ആവശ്യം. പക്ഷെ അതൊന്നും നമുക്ക് നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും, നമ്മുടെ നാട്ടിലുള്ളവർക്കും ഇവിടെ ഉള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ സിമ്പിളായിട്ട് ഞാൻ കാണിക്കുന്നത്. ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മെയിനായിട്ട് കുനാഫ ഉണ്ടാക്കാൻ പറ്റുന്നത് കുനാഫ ഡോ ആണ്. ഇതിപ്പോൾ എല്ലാവരുടെയും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ, നാട്ടിലും എല്ലാം കിട്ടുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഫ്രോസൺ ഐറ്റംസ് വെക്കുന്ന സെക്ഷനിലൊക്കെ പോയി നോക്കിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ എനിക്കിപ്പം കിട്ടിയിട്ടുള്ളത് 500 ഗ്രാമിൻ്റെ പാക്കറ്റ്. അപ്പോൾ എനിക്കിത് മൊത്തത്തിലായിട്ട് വേണ്ട, കാരണം ഞാൻ എടുത്ത ഫ്രൈ പാൻ്റെ സൈസിൽ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ പകുതിയേ നമുക്ക് ആവശ്യമുള്ളൂ, 250 ഗ്രാം. അപ്പോൾ നേരെ പകുതിയായിട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. ഇതിലും ചെറുത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റ് അറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ നേരെ പകുതിയായിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ പൊതുവെ ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക, അതുകൊണ്ട് തന്നെ നല്ല കട്ട പോലെയല്ലേ ഉണ്ടാകുക. അപ്പോൾ നമ്മളിത് കുനാഫ എപ്പോഴാണോ നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുന്നേ പുറമേ എടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതിപ്പോൾ 2-3 മണിക്കൂർ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ല, ഈസി ആയിട്ട് കട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ 250 ഗ്രാമിലാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്, നേരെ പകുതി. അപ്പോൾ ഞാൻ നേരെ പകുതി ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി ഞാൻ ഒരു സെയിം കവറിൽ തന്നെ നല്ലപോലെ ടൈറ്റായിട്ടൊന്ന് റാപ്പ് എന്തെങ്കിലും ചുറ്റിയിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യമുള്ളവരെടുക്കുക, ഒന്നും പറ്റില്ല, പക്ഷെ നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കവർ ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഈ കുനാഫ ഡോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല നല്ല നീര് നൂലായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഈ നൂലുള്ള പരുവത്തിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ചെറുതായിട്ട്, ഏകദേശം ഒരു 1.5 സെൻറ്റിമീറ്റർ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ കത്തി വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഒന്നിക്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു ബൗളിലേക്ക് ഇട്ടിട്ട് കൈ വെച്ചിട്ട് തന്നെ വലിച്ച് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ, ഏതാണോ ഈസി അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് റെഡിയാക്കുന്നതിൻ്റെ 2-3 മണിക്കൂർ മുന്നേ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറമേ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പം മതി കേട്ടോ, ഓവർ പൊടിഞ്ഞെടുക്കാനൊന്നും പാടില്ല, ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഒരു 250 ഗ്രാം അളവ് കുനാഫ ഡോ അല്ലേ ഞാൻ എടുത്തിട്ടുള്ളത്, അതിലേക്ക് നമുക്ക് വേണ്ടത് 100 ഗ്രാം അളവിൽ മെൽറ്റഡ് ബട്ടറാണ്. അപ്പോൾ 100 ഗ്രാം കറക്റ്റ് എടുത്തിട്ട് ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ 2 കൈ യൂസ് ചെയ്തിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ, എങ്കിലേ എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒഴിച്ചിട്ടുള്ള ബട്ടർ ഇല്ലേ, നമ്മുടെ കുനാഫയുടെ ഓരോ നൂലിലും പിടിച്ച് കിട്ടണം, നല്ലപോലെ നനവ് എത്തിക്കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ബട്ടർ നിർബന്ധമാണ് കേട്ടോ, നെയ്യോ മറ്റുള്ള ഓയിലോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യരുത്, ബട്ടർ തന്നെ വേണമെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ 2 കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ കുഴച്ചെടുക്കുക കേട്ടോ, കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെ. അതുപോലെ തന്നെ നേരത്തെ നിങ്ങൾ കുറേ ഡോ ഉള്ള പോലെ ബൗളിലിട്ട സമയത്ത് കണ്ടില്ലേ, ഇനി ഈ ബട്ടറൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ, ഡോ ഒന്ന് ചുരുങ്ങി കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാൻ കുഴച്ചെടുക്കുക കേട്ടോ, കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെ ചെയ്യണേ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഡോ ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, ചെറിയ രീതിക്ക് കളർ മാറി വന്നല്ലോ, ആ ഒരു ബട്ടറൊക്കെ നന്നായിട്ട് അത്രമാത്രം പിടിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതുപോലെ ആയതിനു ശേഷം നമുക്കിതിന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു പാലിൻ്റെ മിക്സ് അല്ലെങ്കിൽ ചീസിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാൻ 250 ml ഒരു കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് ചേർക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ ചേർക്കുക കേട്ടോ, വെള്ളം ചേർത്തിട്ടൊന്നും ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകരം മൈദ അങ്ങനത്തെ ഒന്നും എടുക്കരുത്, കോൺഫ്ലോർ തന്നെ വേണം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അറിയാമല്ലോ കോൺഫ്ലവർ ഒക്കെ ചേർത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടൈറ്റായി വരും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഓൺ ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ, എങ്കിലേ നല്ലപോലെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും അവിടെ ഇവിടെയൊക്കെ കോൺഫ്ലവർ ചേർത്തല്ലേ. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ചൂടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ടൈറ്റായി വരും, കുറുകി വരും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ കുനാഫ എന്ന് പറയുന്ന പലതരത്തിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് പാലിൻ്റെ മിക്സ്ഡ് ചീസ് റെഡിയാക്കിയിട്ടുള്ളതാണ്. സാധാരണ ഞാൻ കുറേ മുന്നേ ചാനൽ തുടങ്ങിയ ടൈമിൽ ഒരു കുനാഫയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ചീസ് മാത്രം വെച്ചിട്ടില്ല, അതും നല്ല ടേസ്റ്റ്, ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പാലിൻ്റെ മിക്സ് ഇഷ്ടമുണ്ടെന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, കുറച്ചുകൂടി ഒന്ന് ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, കാരണം ഓരോ ഷോപ്പിൽ നമുക്ക് വാങ്ങിക്കുമ്പോൾ ഓരോ രീതിക്കാണ് കിട്ടുക.
അതുപോലെ തന്നെ കുനാഫയിൽ ശരിക്കും യൂസ് ചെയ്യുക അക്കാവി ചീസ് അങ്ങനത്തെ ചീസൊക്കെയാണ് കേട്ടോ. പക്ഷേ അതൊന്നും നമുക്ക് എല്ലാവരുടെയും വാങ്ങിക്കാൻ കിട്ടില്ല, നാട്ടിലൊന്നും ഒട്ടും തന്നെ അതൊന്നും കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിക്കാണ് ഞാനിവിടെ ക്രീം ചീസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അതാകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാം, എല്ലാവിടെയും കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ പാലൊക്കെ നല്ലപോലെ ചൂടായതിന് ശേഷം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലപോലെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക, ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ ഈ ഒരു ടൈമിൽ. എന്നിട്ട് കോൺഫ്ലവർ ജസ്റ്റ് ഏകദേശം 1 മിനിറ്റോളം വേവേ വേണ്ടുള്ളൂ, അത്രയേ ഉള്ളൂ പണി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ കട്ടയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ കോൺഫ്ലവർ റെഡി ആയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു ഏകദേശം ഒരു 100 to 150 ഗ്രാമിൻ്റെ ഇടയിലായിട്ട് ചീസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു അളവ് കറക്റ്റാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചീസ് ചേർത്തതിന് ഒരുപാട് ടൈം കുക്ക് ചെയ്യാൻ പാടില്ല. ഏകദേശം 1 മിനിറ്റ് നേരം മാത്രം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഒന്നിക്ക് ഇപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചീസ് നമ്മുടെ ഈ ഒരു പാലിൻ്റെ മിക്സിലൊന്ന് നല്ലപോലെ മിക്സ് ആവണമല്ലോ ആ സൈഡ്, അത്ര മാത്രമേ പണിയുള്ളൂ. ഏകദേശം 1 മിനിറ്റ് നേരം ആകുമ്പോൾ തന്നെ ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ടൈപ്പ് ചീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കുനാഫ സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ ഫ്രൈ പാനിലാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു പാൻ എടുത്തിട്ട് നന്നായിട്ട് അതിൽ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കണം, എങ്കിലേ നല്ലൊരു കളറൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക സൈഡിലും മിഡിലും ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഒരു കാര്യം മെയിനായിട്ട് പറയാൻ വിട്ടുപോയി, ഇതിലെടുക്കുന്ന ബട്ടർ ചീസ് കാര്യങ്ങളൊക്കെ അൺസോൾട്ടഡ് തന്നെ എടുക്കുക കേട്ടോ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരിക്കലും ഉപ്പുള്ള ബട്ടറൊന്നും എടുക്കരുത്. ഈ ഒരു ഡോക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബട്ടർ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡോ ഇല്ലേ, അതിൽ നിന്ന് നമ്മൾ 250 ഗ്രാമല്ലേ എടുത്തില്ല, അതിൻ്റെ നേരെ പകുതി ഫസ്റ്റ് ലെയറായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. കറക്റ്റ് പകുതി തന്നെ എടുക്കണം, എങ്കിലേ താഴെയും മേലെയും ചീസിൻ്റെ ആ ഒരു ലെയറായിട്ട് കഴിക്കുന്ന സമയത്ത് കറക്റ്റ് ഒരളവ് കിട്ടുള്ളൂ. അതുകൊണ്ട് നേരെ പകുതി ആക്കിയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ ഇതുപോലെ പകുതി എടുത്തതിന് ശേഷം ബാക്കി പകുതി നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു പാൻ്റെ സൈഡിൽ മൊത്തത്തിലായിട്ട് എല്ലാ ഭാഗവും ഒരേ കനത്തിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ കൈ വെച്ചിട്ട്. എന്നിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഒന്നിക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടപ്പോ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് ഏലുള്ളത് അതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയൊരു പ്ലേറ്റ് എടുത്തിട്ട് ഒന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും ആ ഒരു ഡോ നന്നായിട്ട് അവിടെ ഇരുന്ന് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ല ആ ഒരു പാലിൻ്റെയും ചീസിൻ്റെ ഒക്കെ മിക്സ് ഇല്ല, അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ചീസിൻ്റെ മിക്സൊക്കെ ഈ ഒരു അളവിനെല്ലാം കറക്റ്റാണ് കേട്ടോ. കാരണം എൻ്റെ ഈ പാൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്തെടുത്തില്ല, കറക്റ്റാണ്. അതുപോലെ തന്നെ ഞാനിതിപ്പോൾ ഒരു വലിയ കുനാഫയാക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് 2 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ആക്കിയിട്ട് ചെയ്തെടുക്കുക കേട്ടോ, കുഞ്ഞ് സൈസിലാക്കിയിട്ടും ചെയ്തെടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ആ ചീസ് ഞാൻ മൊത്തത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചീസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇരിക്കും തോറും ഇത് ടൈറ്റായി വരും കേട്ടോ, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ കണ്ടില്ല നേരത്തെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിലും നല്ല ലൂസല്ലേ, ഇപ്പം നല്ലപോലെ ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ രീതിക്കൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ചൊരു പണിയായിരിക്കും, കാരണം ചീസ് കുറച്ച് ടൈറ്റ് ആകും തോറും ഇത് വെളിഞ്ഞ് കളിക്കുമല്ലോ. അപ്പോൾ ഒന്നിങ്ങനെ അതുപോലെ തന്നെ ഓവർ സൈഡിലോട്ടേക്ക് ആക്കിയിട്ട് ചീസ് വെക്കരുത്. ഇതുപോലെ മിഡിൽ ഭാഗത്ത് തന്നെ റൗണ്ടായിട്ട് വെക്കുക, സൈഡ് ചെറിയ ഭാഗം അങ്ങ് ഒഴിവാക്കി വെക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തെടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡൊക്കെ ഞാൻ അവിടെ ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മതി, ഒട്ടും തന്നെ നിർബന്ധമില്ല കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം ചില കടയിൽ നിന്നൊക്കെ നമുക്കിതൊരു വലിയ രീതിക്ക് കിട്ടലുണ്ട്, ചിലയിടത്തുനിന്ന് അത് കിട്ടലും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തായാലും. എന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ ഡോയിൽ അതും മൊത്തത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മേലത്തെ ഈ ഒരു ലെയർ വെച്ച് കഴിഞ്ഞാൽ ഓവർ അങ്ങ് പ്രസ് ചെയ്യേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. കാരണം ചീസൊക്കെ വെച്ചതുകൊണ്ട് തന്നെ എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലെവലൊക്കെ ഒന്ന് ഇതായി പോകും. അതുകൊണ്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് ചെറിയ തീയിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മുതൽ 12 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്ന. ഒരു സൈഡ് ഒന്ന് കളറ് മാറി വരാൻ വേണ്ടിയിട്ട് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ നിങ്ങൾ സൈഡ് നോക്കുക കേട്ടോ, തുറന്നിട്ട് സൈഡ് തന്നെ മനസ്സിലാവും കളറ് മാറി വന്നിട്ടുണ്ട് ഉള്ളത്. പിന്നെ ചില ഫ്ലെയിമിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരിക. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാം.
അപ്പോൾ നമ്മുടെ കുനാഫ അവിടെ നിന്ന് സെറ്റാകുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള പഞ്ചസാര സിറപ്പൊന്ന് റെഡിയാക്കി എടുക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ ആദ്യം തന്നെ 1/2 കപ്പ് പഞ്ചസാരയും 3/4 കപ്പ് പച്ചവെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ഏലക്കായ ഒന്ന് കുത്തിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1-2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ, ചെറിയൊരു ടേസ്റ്റ് ബാലൻസിങ്ങിന്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് ഒന്ന് തിളച്ച് വരിക. അത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി. എല്ലാവർക്കും അറിയാമല്ലോ ഗുലാബ് ജാമിലൊക്കെ ആക്കുന്ന പോലെ. അല്ലാതെ ഒറ്റനൂൽ പരിവം അങ്ങനത്തെ ഒരു ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന ടൈമേ വേണ്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ മധുരം എന്ന് പറയുന്ന ഓരോരുത്തരുടെ അളവ് വ്യത്യാസം ഉണ്ടാവും, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ. അതുപോലെ തന്നെ കുനാഫ റെഡിയാകും വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഉള്ളിൽ നമ്മൾ ഒരു ഐറ്റത്തിനും മധുരം ഇടുന്നില്ല കേട്ടോ. മധുരം ഇടാനും പാടില്ല. പുറമേയുള്ള ഈ ഒരു സിറപ്പിൻ്റെ മധുരം കൊണ്ടാണ് നമ്മളത് കഴിക്കേണ്ടത്. ശരിക്കുള്ള കുനാഫ അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് ഉള്ളിൽ ഒന്നിലും നിങ്ങൾ മധുരം ഇടാനേ പാടില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെ. അങ്ങനെ മധുരം ഇല്ലാന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റാണ്ട് ഒന്നുമില്ല കേട്ടോ. ഇത് കഴിച്ചവർക്ക് അറിയാൻ പറ്റും ഇത് എത്രമാത്രം ടേസ്റ്റിയാണെന്ന്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നല്ല നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പ് ഒട്ടിപ്പിടിക്കാതെയോ നല്ല കട്ട പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ റോസ് വാട്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. ഉണ്ടെങ്കിൽ മാത്രം മതി. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ കുനാഫയൊക്കെ ഒരു ഭാഗം സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. സൈഡ് കണ്ടില്ലേ കളറ് മാറി വന്നേ. ഈ ഒരു ടൈം ആകുന്ന സമയത്ത് ഇതുപോലെ വേറൊരു പാൻ എടുത്തിട്ട് അതിൽ നന്നായിട്ട് ബട്ടർ തടവിയിട്ട് ഞാൻ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു സൈഡും ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു സൈഡും കൂടി കളറും മാറി വരും. അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. കുനാഫ റെഡിയാവും. അപ്പോൾ ഇതാ നമ്മുടെ ഒരു സൈഡ് കണ്ടില്ല, തിരിച്ചിട്ട് സൈഡ് നല്ല മൊഞ്ചുള്ള കളറൊക്കെ ആയി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയ രീതിക്ക് അവിടെ കറുപ്പ് എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുനാഫ ഡോ സെറ്റ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് നീങ്ങിയിട്ട് ചീസ് അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും കേട്ടോ ആ ഒരു കളർ വന്നത്. അത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാ ഈ ഒരു ഭംഗി തന്നെ അടിയിലെ ഭാഗവും ഈ ഒരു കളറിൽ തന്നെ എടുത്തിട്ട് നമുക്ക് പിന്നെ കട്ട് ചെയ്ത് കഴിക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 സൈഡ് ഒരുപോലെ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ചൊരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് പിസ്ത സ്ലൈസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് പിസ്ത പൗഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ. ഒട്ടും തന്നെ നിർബന്ധമില്ല, ടേസ്റ്റിന് ബാധിക്കുന്ന കേസൊന്നുമല്ല, നമുക്ക് ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമേ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും വേണ്ട, നമുക്കിത് ഫോട്ടോ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഇട്ടിട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പില്ലേ അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് മൊത്തത്തിൽ ഒഴിക്കേണ്ട, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി. എത്രത്തോളം നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ച് ഒഴിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ സൈഡും ഒന്ന് നനവ് കിട്ടുന്ന രീതിയിൽ, കാരണം നമ്മൾ ഉള്ളിലൊന്നും മധുരം ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ കുനാഫയ്ക്ക് ചൂടുണ്ടായിരിക്കണം. ചൂടോട് കൂടിയിട്ട് ഷുഗർ സിറപ്പ് ഒഴിക്കുക. അല്ലാണ്ട് ഷുഗർ സിറപ്പിന് ചൂട് വേണമെന്നൊന്നുമില്ല. കുനാഫ ചൂടുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊക്കെ ഈ മധുരം വലിച്ചെടുക്കും പെട്ടെന്ന് തന്നെ. അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ മധുരം കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇളം ചൂടോട് കൂടി കഴിക്കാൻ തന്നെ കുനാഫ നല്ല ടേസ്റ്റ്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചൊന്നും കഴിക്കരുത്, കാരണം ആ ഒരു ഡോ എല്ലാം ക്രിസ്പിനെസ് ഒക്കെ പോയിപ്പോവും. അപ്പോൾ ഇതുപോലെ പുറമേ വെച്ച് ചൂടോടെ കഴിക്കുമ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുക. ഇനി ഞാൻ ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ലൈറ്റാണ് കേട്ടോ. വേറെ വലിയ പണിയൊന്നുമില്ല. ഞാൻ പറഞ്ഞ അതേ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. സൈഡൊക്കെ കണ്ടില്ല, നല്ല ഭംഗിയിൽ നല്ലൊരു കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പലർക്കും പാനിലൊന്നും ചെയ്യുമ്പോൾ നന്നായിട്ട് കിട്ടാറില്ല, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ പലരും ഇപ്പോൾ കമൻറ്റ് ഇടുന്നില്ല കേട്ടോ. ഭയങ്കര മടിയായിട്ടുണ്ട് കമൻറ്റ് ഇടാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്